അസ്സലാമലൈക്കും. ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ രാവിലത്തെ കാപ്പിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നത്. ദോശയും ചമ്മന്തിക്കറിയും. ചമ്മന്തിക്കറി എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാവുന്നതാണ്, അതുകൊണ്ട് അതിൻ്റെ ഒന്നും പറയുന്നില്ല. പിന്നെ മോക്ക് പനിയായിരുന്നു, അതുകൊണ്ട് കൂർക്ക ഇലയും തുളസി ഇലയും കൂടി ഇട്ട് പുട്ടുകുടത്തിൽ ആവി പിടിക്കാനായിട്ട് വെച്ചു. ഇപ്പോഴത്തെ കാലാവസ്ഥയുടെ ഇതുകൊണ്ടായിരിക്കാം ഭയങ്കര ചുമയും പനിയും ഒക്കെ ആയിരുന്നു. ഹോസ്പിറ്റലിൽ പോയില്ല. ആവിയൊക്കെ കൊടുത്ത് ഇല്ലെങ്കിൽ പോവാമെന്ന് വിചാരിച്ചു. അങ്ങനെ പാരസെറ്റാമോളിൻ്റെ ഗുളിയൊക്കെ ഒരെണ്ണം കൊടുത്തു. പിന്നെ കറിയായിട്ടുണ്ട്. ഇനി നമുക്ക് ദോശ ചുട്ടെടുക്കാം. ഞാൻ ദോശ മാവിനകത്ത് കറിവേപ്പില പിച്ചിയിടാറുണ്ട്. അതൊരു പ്രത്യേക മണമാണ് ദോശ ചുട്ടെടുക്കുമ്പോഴത്തേക്ക്. നമ്മളത് മാവ് ആട്ടി വെക്കുമ്പോഴേ ചേർത്ത് വെച്ചാൽ നല്ലൊരു മണം കിട്ടും. അത് ആട്ടി വെക്കുമ്പോൾ തന്നെ ചേർത്ത് വെക്കണമെന്ന് വെച്ചാൽ അത് ഞാൻ മറന്നുപോയി. അത് കാരണമാണ് ഇപ്പം ചുടാൻ നേരം അത് ഞാൻ ചേർത്തത്. ദോശ ചുടാൻ നേരം ഇച്ചിരി നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം. ഇതാണ് ഇന്നത്തെ ഞങ്ങളുടെ രാവിലത്തെ കാപ്പി. നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.